മലയാളികൾക്കേറെ സുപരിചിതയാണ് ഗായിക അമൃത സുരേഷും എലിസബത്തും. ഇരുവരുടെയും വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ വൈറലായി മാറാറുണ്ട്. ഇപ്പോഴിതാ എലിസബത്തിന് നന്ദിയുമായി എത്തിയിരിക്കുകയാണ് അമൃത. ഇത് വിശ്വസിക്കാൻ മലയാളികൾക്ക് കുറച്ച് പ്രയാസം തന്നെയാണ്. എങ്കിലും വിശ്വസിച്ചേ മതിയാകൂ. പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട, സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട, സോഷ്യൽ മീഡിയയിൽ ഏറെ ആക്റ്റീവായ ഇവർ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. ആ ബന്ധത്തെക്കുറിച്ച് പ്രത്യേകം വിവരണവും ആവശ്യമില്ല. ട്രോളത്തി എന്ന നിലയിലാണ് എലിസബത്ത് ഉദയൻ മലയാളികൾക്ക് ആദ്യകാലങ്ങളിൽ പരിചിതയായിരുന്നത്. എന്നാൽ പ്രിയ നടൻ ബാലയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു പിന്നെ അറിയപ്പെട്ടത്. ഡോക്ടറായ എലിസബത്ത് പിന്നീട് ബാലയ്ക്കൊപ്പം നിഴലായി എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ചുള്ള യാത്രയിൽ എലിസബത്ത് പങ്കിടുന്ന പോസ്റ്റുകളിൽ അവർ ഒറ്റയ്ക്കായി മാറി, അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരുടെ ഒപ്പമായി. എന്തുതന്നെയായാലും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് എലിസബത്ത്. താരം അത്രയും സജീവമാണ് സോഷ്യൽ മീഡിയയിൽ. അമൃതം ഗമയ എന്ന പേരിൽ മ്യൂസിക് ബാൻഡും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സ്റ്റേജ് ഷോയും അങ്ങനെ തിരക്കിൻ്റെ ലോകത്താണ് അമൃത. മിക്കപ്പോഴും അമൃതയുടെ ഗാനങ്ങളുടെ വീഡിയോസ് റീൽസുകളിൽ നിറയാറുണ്ട്. വ്യത്യസ്തത തുളുമ്പുന്ന ഗാനങ്ങൾക്ക് ആരാധകരും ഏറെയാണ്. അത്തരത്തിൽ അമൃതയുടെ ആരാധികയാണ് എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ അല്പം പാടാകും. എന്നാലും അമൃതയുടെ പുതിയ ഗാനം എത്ര വട്ടം കേട്ടുവെന്ന് എലിസബത്തിനോട് ചോദിച്ചാൽ അത് സംശയമാകും അവർക്ക്. കാരണം എത്ര വട്ടം കേട്ടു എന്ന് തനിക്ക് തന്നെ അറിയില്ല എന്നാണ് എലിസബത്ത് പറഞ്ഞിരിക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്നുവെന്നും താൻ എത്ര വട്ടം ഈ ഗാനം കേട്ടു എന്ന് അറിയില്ലെന്നുമാണ് എലിസബത്ത് പറഞ്ഞത്. അതോടെയാണ് മറുപടിയുമായി അമൃത എത്തിയത്. ഒരുപാട് നന്ദിടാ എന്നാണ് അമൃത കുറിച്ചത്. എലിസബത്തിന് നന്ദിയുമായി അഭിരാമി സുരേഷും എത്തി. അതോടെ ഇരുവരുടെയും സ്നേഹത്തിന് കൈയടിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. അടുത്ത കാലത്ത് വരെ നടൻ ബാലയുമായുള്ള വിവാഹവും വിവാഹമോചനവും എന്നിങ്ങനെ അമൃതയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ഇതിനൊക്കെ പുറമെ പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ വന്നപ്പോഴെന്നും പതറാതെ അതിനെയെല്ലാം ആത്മധൈര്യത്തോടെ നേരിട്ട വ്യക്തി കൂടിയാണ് അമൃത. ജീവിതത്തിൽ പതറിപ്പോകാമായിരുന്ന പല സന്ദർഭങ്ങളും അമൃതയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ അമൃത പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തി. സൈബർ അറ്റാക്ക് അടുത്തിടെ വളരെ ഏറെയാണ് അമൃതയും കുടുംബവും നേരിട്ടത്. ഇപ്പോൾ സംഗീത ലോകത്തെ തിരക്കുകളിലാണ് അമൃത. അമൃതയും എലിസബത്തും തമ്മിൽ ഇത്രയധികം സൗഹൃദമുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നതെന്നാണ് പ്രേക്ഷകർ ഏറെ അമ്പരപ്പോടെ സംസാരിക്കുന്നത്.